സൂത്രന്റെ അമ്മേ, സൂത്രന്റെ അമ്മേ, സൂത്രം വീണു. എവിടെ? കല്ലിന്റെ താഴെയാ. കല്ലിന്റെ താഴെയോ? ഇത്രയും വലിയ കല്ല എന്റെ കാട്ടുമുത്തപ്പ. എന്നിട്ട് കല്ല് നീക്കിയില്ലേ? നീക്കാനൊന്നും പറ്റില്ല, അത്ര വലിയ കല്ല. അയ്യോ എന്റെ മോനെ. എവിടെ? അവിടെ. ഇതുവഴി ഓടിയപ്പോഴാ വീണത്. അപ്പോ കല്ല് ദാ മുകളിൽ. അതാ ഞാൻ പറഞ്ഞത് സൂത്രൻ കല്ലിന്റെ താഴെയാണെന്ന്. കൂർക്കനൊന്ന് വിളിച്ചാൽ ആച്ചി, മുഖം കൂർത്തു പറന്നു വരുന്നവനെ ആച്ചി. കടുവ വിളിച്ചാൽ ആച്ചി, ദേഹം മുഴുവൻ വരകൾ ആച്ചി വരച്ചു. ഇതെന്താ കാട്ടുമുത്തപ്പൻ വരാത്തത്? മുയല് വിളി ആച്ചി, വിളിച്ചാൽ ചെവിയും നീട്ടി ആച്ചി. സൂത്ര, കാട്ടുമുത്തപ്പൻ വിളിച്ചിട്ട് വന്നില്ല. താനെന്തിനാ വിളിച്ചത്? ഭയങ്കര ജലദോഷം ആച്ചി. അതിന് വൈദ്യരെ കണ്ടാൽ പോരെ? വൈദ്യ സ്ഥലത്തില്ലടോ ആച്ചി. വൈദ്യരില്ലാത്തപ്പോൾ നമ്മൾ മുത്തപ്പനെ വിളിക്കാറില്ലേ? പക്ഷെ ഞാൻ വിളിച്ചിട്ട് വന്നില്ലടോ. ഇനിയിപ്പോ കാട്ടുമുത്തപ്പന് അസുഖമായി കിടപ്പാണോ? ഞാനൊന്ന് വിളിച്ചു നോക്കാം. കൂർക്കനൊന്ന് വിളിച്ചാൽ മുഖം കൂർത്തു പറന്നു വരുന്നവനേ. എന്താ സൂത്ര, വന്നോ? ശേരു വിളിച്ചപ്പോ വന്നില്ല എന്ന് പറഞ്ഞു. ശേരു വിളിച്ചോ? ഞാൻ കേട്ടില്ലല്ലോ. അരമണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞല്ലോ. എങ്കിൽ മന്ത്രം തെറ്റിക്കാണും. എടോ, താൻ മന്ത്രം തെറ്റിച്ചു കാണും. ശരിക്കും നോക്കി ചൊല്ലി. തെറ്റിയോ? ഏയ്. കൂർക്കനൊന്ന് ആച്ചി വിളിച്ചാൽ മുഖവും വന്നില്ല സൂത്ര. ഷടാ, എങ്കിൽ വാ, ഞാൻ വിളിക്കാം, താൻ കൂടെ നിൽക്ക്. ശേരു വിളിക്കുന്നത് സത്യമായിട്ട് ഞാൻ കേൾക്കുന്നില്ലടോ. എന്തെങ്കിലും പ്രശ്നം കാണും. ശേരൊന്ന് ചൊല്ലി. കൂർക്കനൊന്ന് വിളിച്ച് ആച്ചി, മുഖം കൂർത്തു പറന്ന് ആച്ചി. ഇത് തന്നെ പ്രശ്നം. മന്ത്രം കറക്റ്റായി ചൊല്ലണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹാച്ചി എന്ന വാക്ക് ചേർക്കുന്നത് കൊണ്ട് എനിക്ക് സിഗ്നൽ കിട്ടാത്തത്. നോക്കടോ കടിയൻ. എന്തോ അപകടം പറ്റി കിടപ്പാ, ബോധവും പോയി. നമ്മുടെ പ്രാർത്ഥന കാട്ടുമുത്തപ്പൻ കേട്ടു. ശരി, എനിക്കൊരു ഐഡിയ. കടിയനെ സോപ്പിടാൻ പറ്റിയ സമയമാ. ഇങ്ങനെ നമുക്ക് സഹായിക്കാം. എന്തിന്? ബോധം പോയവനെ സഹായിച്ചിട്ട് എന്ത് കിട്ടാനാ സൂത്ര? അതല്ല, ബോധം വീഴുമ്പോൾ നമ്മൾ അടുത്ത് വേണം, അതും നമ്മുടെ ഗുഹയിൽ. ഇവിടെ അടുത്തല്ലേ എൻ്റെ ഗുഹ, അങ്ങോട്ട് കൊണ്ടുപോകാം. നമുക്കൊറ്റയ്ക്ക് പറ്റില്ല, ആരെങ്കിലും സഹായിക്കാൻ വേണം. ഒരുത്തൻ വരുന്നുണ്ട്. ചേട്ടാ, ഈ ചേട്ടനൊന്ന് ഗുഹയിൽ എത്തിക്കാമോ? എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാൻ എൻ്റെ ഗുഹയിൽ പോവുകയാ. ചേട്ടൻ്റെ ഗുഹ എവിടെയാ? കുറച്ച് പടിഞ്ഞാറാ. എന്നാ പിന്നെ പോണ വഴിക്ക് ചേട്ടനെയും പൊക്കി പിടിച്ചോണ്ട് പോകാമല്ലോ. പൊക്കാൻ പറ്റൂല. വേണ്ട, വള്ളി കെട്ടി വലിച്ചാ മതി. കടിയന് ബോധമില്ലാത്തത് ഭാഗ്യം. ശരു, താനീ വള്ളി ഒന്ന് കെട്ടിക്കൊടുക്ക്. ഞാൻ മുമ്പേ പോയി ഗുഹ ഒന്ന് ക്ലീൻ ആക്കാം. ഇനി വലിക്കുമ്പോൾ കടിയൻ ഉണർന്നാലാ കുഴപ്പം. നേരം കുറെ ആയല്ലോ, അവന്മാരെ കാണുന്നുമില്ല. ശരു, എന്തു പറ്റി? താനൊന്ന് വാ, ഒരു കൺഫ്യൂഷൻ. ആ പുലിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലടോ. അന്നേരം എന്താ വരുന്നു വേറൊരു പുലി. ഞാൻ അവനെ സഹായത്തിന് വിളിച്ചു. അവനും ഗുഹയിൽ പോകുന്ന വഴിയാ. പോണ വഴി കടിയനെയും വലിച്ചുകൊണ്ട് പോകാൻ ഞാൻ പറഞ്ഞു. അതാ കുഴപ്പമായത്. എന്തു കുഴപ്പം? അവന്റെ ഗുഹ പടിഞ്ഞാറല്ല, കിഴക്കാ.
സൂത്രന്റെ അമ്മേ, സൂത്രൻ ഇന്നൊരു കുട്ടിയെ മാന്തി. മാന്തിയോ സൂത്ര? മാന്തി. എന്തിനാ മാന്തിയത്? തമാശയ്ക്ക്. അങ്ങനെ ആരെയും ഉപദ്രവിക്കരുത്. ഉപദ്രവിച്ചാൽ അവരോട് സോറി എന്ന് പറയണം. പോയി ആ കുട്ടിയോട് സോറി പറ. സൂത്രന്റെ അമ്മേ, സൂത്രനൊരു കുട്ടിയെ കല്ലെറിഞ്ഞു. എറിഞ്ഞോ? എന്തിനാ എറിഞ്ഞത്? അത് തമാശയ്ക്ക്. എന്നിട്ട് സോറി പറഞ്ഞോ? ഇല്ല. ഞാൻ പറഞ്ഞില്ലേ ഉപദ്രവിച്ചാൽ സോറി പറയണമെന്ന്. ഞങ്ങൾ കുറെ കാത്തിരുന്നു, പറ്റിയില്ല. അവൻ പിണങ്ങിപ്പോയതാവും. ഏയ്, അതൊന്നുമല്ല. അവൻ അവൻ്റെ അമ്മയോട് പരാതി പറയാൻ പോയതാവും. അതുമല്ല. പിന്നെ എങ്ങോട്ടാ അവൻ പോയത്? എങ്ങോട്ടും പോയില്ല. ഏറ് കിട്ടിയപ്പോഴേ അവൻ ഉറക്കം തുടങ്ങി. ഉണർന്നിട്ട് പറയാൻ വേണ്ടി കാത്തിരുന്നതാ. ചതിച്ചു, അവന്റെ ബോധം പോയതാ. എന്താ ചേട്ടാ പാത്രത്തിൽ? വളം. വളമോ? അതെന്താ? ചീഞ്ഞ പഴങ്ങളും ഇലകളും ഒക്കെ ചേർത്ത് ഉണ്ടാക്കിയതാ. ചെടികളുടെ ചുവട്ടിൽ വളമിട്ടാൽ ചെടി പെട്ടെന്ന് വളരും. അയ്യോ, ഷോ, വളം മുഴുവൻ പോയി. നീ എന്തിനാ കരയുന്നത്? കാര്യം പറയടാ. വളം മരച്ചോട്ടിൽ വീണില്ലേ? അതിന്? മരം പെട്ടെന്നങ്ങ് വളർന്നാൽ ഞങ്ങളെങ്ങനെ താഴെ ഇറങ്ങും? കുന്നിന്റെ മുകളില് മഞ്ഞപ്പഴം 10 വേണം, ഒരു മരുന്നിനാ. നിങ്ങളും വാ സഹായിക്കാൻ. സൂക്ഷിച്ച് ഓടിക്കളിച്ച് വീഴരുത്. സൂത്ര, ഇങ്ങോട്ട് വാ, ഒപ്പം നടക്ക്. അച്ഛൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ കാറ്റ് പോലെ വല്ല വഴിക്കും പോകരുത്, പുഴ പോലെ കൃത്യമായ വഴിക്ക് ചിട്ടയോടെ പോകണമെന്ന്. അയ്യോ, ശേരുവിൻ്റെ അമ്മയ്ക്ക് 2 മഞ്ഞപ്പഴം വേണമെന്ന് പറഞ്ഞിരുന്നു, അത് മറന്നു. സൂത്ര, മുകളിൽ പോയി 2 മഞ്ഞപ്പഴം കൂടി കൊണ്ടുവാ. അയ്യോ, അത് പറ്റില്ല അമ്മേ. പുഴയാകുമ്പോ കുന്നിന്റെ താഴേക്കല്ലേ വരൂ, മുകളിലേക്ക് പോവില്ല. പാത്രങ്ങളെല്ലാം എവിടെ പോയി? കത്തിയും കാണുന്നില്ല. ആരാ എടുത്തതെന്ന് മനസ്സിലായി. സൂത്ര, അടുക്കളയിലെ പാത്രങ്ങൾ എടുത്താണോ കളി? കയ്യിലുള്ളതൊക്കെ അകത്ത് കൊണ്ടുവയ്ക്ക് 2 പേരും. പാത്രങ്ങൾ എടുത്തുള്ള കളി ഇനി വേണ്ട. എന്താ ഇവിടെ? കയ്യിലുള്ളത് അകത്ത് വെക്കാൻ പറഞ്ഞില്ലേ? എന്റെ കയ്യിൽ ഇതായിരുന്നു സൂത്രന്റെ അമ്മേ. ഇത് കണ്ടോ? അയ്യേ, എന്താ ഇത്? ദേഹം മുഴുവൻ വൃത്തികേടായി. വൃത്തികേടാണോ? പിന്നല്ലാതെ. പോയി കഴുകിക്കളാ. കഴുകിക്കളയാൻ അമ്മ പറഞ്ഞു. തര വൃത്തികേടാണെന്ന് പറഞ്ഞു. കഴുകിയിട്ട് പോകുന്നില്ല. ചായം ഉണങ്ങി പിടിച്ചതാ, കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നാൽ മതി. പോയി. അമ്മേ, വര പോയി. നന്നായി. ശരി, എവിടെ? എന്റെയും വര കളയാനാ. വര വൃത്തികേടല്ലേ? എനിക്ക് ചാവാറായൊരു അമ്മാവനില്ലേ, അങ്ങേരുടെ ഗുഹ ഇടിഞ്ഞു വീഴാറായെന്ന്. ഒരു കാറ്റ് വീശിപ്പോയാൽ ഗുഹ വീഴുമെന്നാ പറഞ്ഞത്. ഗുഹ വീണാൽ അമ്മാവന്റെയും കാറ്റ് പോകും. അതുകൊണ്ട് ഗുഹയ്ക്കൊരു താങ്ങു കൊടുക്കണം. താൻ താങ്ങിയാൽ ഗുഹ നിൽക്കുമോ? താൻ താങ്ങണ്ട. താങ്ങാനുള്ള കുറേ മരക്കഷ്ണം അവിടെ കൊണ്ട് കൊടുത്താ മതി. പക്ഷേ എനിക്ക് വാരിയലിനൊരു വലിച്ചില്ല. പിന്നെന്തു ചെയ്യും? എനിക്ക് പനിയാ. മരക്കഷ്ണം കൊണ്ടുപോകാൻ ഞാനൊരാളെ കൊണ്ടുവരാം. ഇതാണ് വലം പിരിക്കഴുത. എന്തു പണിയും ചെയ്തോളും. നീ ഇത് കൊണ്ടുപോയി കൊതി മാറി പാറയ്ക്കടുത്ത് താമസിക്കുന്ന എൻ്റെ അമ്മാവന് കൊടുക്കണം. ചാവാൻ പോണ അമ്മാവനാ. എന്നിട്ട് പറയണം ഗുഹ ശരിയാക്കാൻ സൂത്രൻ തന്നയച്ചതാണ് എന്ന്. മുഴുവൻ വേണ്ട, ഈ കാണുന്നതിൽ പകുതി മതിയാകും. എനിക്ക് കാലുവേദനയാ. കൊണ്ടുപോകുമ്പോൾ വേദന കൂടിയാൽ എന്തു ചെയ്യും? എന്നാ പിന്നെ നീ തന്നെ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്. ആരെ ഏൽപ്പിച്ചാലും ഞാൻ പറഞ്ഞതൊക്കെ അവരോട് പറയണം.
മണ്ടനാണെങ്കിലും അവൻ മിടുക്കനാ സൂത്ര. പറയാം. എടാ മരം കോടാ, ഗോ താങ്ങാൻ നീ ചുള്ളിക്കമ്മാണോ കൊടുത്തയച്ചത്? ഒരെണ്ണമോ? ബാക്കിയൊക്കെ എവിടെ പോയി? ശരു, പോയാ കഴുതയെ വിളിച്ചോണ്ട് വാ. ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ഒരുത്തനെ ഏൽപ്പിച്ചതാ. ചേട്ടൻ പറഞ്ഞതൊക്കെ അവനോട് പറയുകയും ചെയ്തു. അവൻ വേറൊരുത്തനെ ഏൽപ്പിച്ചു. ചേട്ടൻ പറഞ്ഞതൊക്കെ അവനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതവണ കൈമാറിയത് കൊണ്ടാ എണ്ണം കുറഞ്ഞത്. ശേടാ, കൈമാറിയാൽ എണ്ണം കുറയുമോ? ചേട്ടൻ പറഞ്ഞതൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? മരം അമ്മാവന് കൊടുക്കാൻ പറഞ്ഞു. കാണുന്നതിൽ പകുതി കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. എല്ലാവരും കൊടുത്തത് അവർ കണ്ടതിൽ പകുതിയാ. പുതിയൊരാള് വന്നതല്ലേ, ആദ്യം കടിയനോട് തന്നെ കാര്യം പറയാം. അങ്ങേർക്ക് സന്തോഷമാകും. പുതിയ ആളെ കൊണ്ടുവന്നത് നമ്മളാണെന്നും തട്ടിയിടാം. ഹിഹി. എവിടുന്ന് വഴിതെറ്റി വന്നതാണെന്നൊന്നും ആരും അറിയില്ല. വേറൊരു കാട്ടിൽ നിന്നാ വന്നത്. ചേട്ടനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നതാ. കടിയൻ ചേട്ടനെ പരിചയപ്പെടാഞ്ഞിട്ട് അങ്ങേർക്ക് വല്ലാത്ത ശ്വാസം മുട്ടലാ. എത്രയും പെട്ടെന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. മതി മതി, നിർത്ത്. പരിചയപ്പെട്ട് കളയാം. ആളെവിടെ? ഞങ്ങളുടെ ഗുഹയിൽ എത്തിയിട്ടുണ്ട്, ഇപ്പൊ കൊണ്ടുവരാം. ഹിഹി. അറിഞ്ഞോ, കടിയനെ പരിചയപ്പെടുത്താൻ സൂത്രൻ ആരെയെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവനെ കണ്ടു. അയ്യോ, അത് പറഞ്ഞപ്പോ എന്താ മുഖത്തൊരു പേടി? നമ്മുടെ കാട്ടിലുള്ളവരൊക്കെ എത്ര മര്യാദക്കാരാണെന്ന് ആ മറുകാടനെ കണ്ടപ്പോഴാ മനസ്സിലായത്. ഇത്ര ക്രൂരത ഞാൻ നമ്മുടെ കാട്ടിൽ കണ്ടിട്ടില്ല. ആഹാ, മറ്റു കാട്ടിലൊക്കെ അങ്ങനെയായിരിക്കും. തെളിച്ചു പറ ചേട്ടാ. കൊച്ചുകുട്ടികളെ വിഴുങ്ങുന്നവനെ പറ്റി താൻ എന്തു പറയുന്നു? ആ കുഞ്ഞും മോശക്കാരനല്ല. തിന്നവന്റെ വയറ് മാന്തി പൊളിച്ച് അവൻ പുറത്തു വരാൻ നോക്കി. പക്ഷേ തിന്നവൻ വിട്ടുകൊടുക്കുമോ? ശരീരമൊക്കെ കീറിയെങ്കിലും കുഞ്ഞിനെ അവൻ വിട്ടില്ല. സത്യമാണോ താനീ പറയുന്നത്? അതെ ചേട്ടാ, ആ ഭയങ്കരനെ നേരിട്ട് കണ്ട ഒരാള് എന്നോട് നേരിട്ട് പറഞ്ഞതാ. ഇത്രയും ക്രൂരനായ ഒരാളെ ചേട്ടനും പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാവാത്തത്. പരിചയപ്പെടുത്താനല്ല കൊണ്ടുവരുന്നത് എന്ന എന്റെ തോന്നൽ. പിന്നെ ക്രൂരന്മാരായ മറുകാടന്മാർ ആദ്യം വന്ന് പരിചയപ്പെടും, പിന്നെ നമ്മളെ തോൽപ്പിച്ച് അടിമകളാക്കും. മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചേട്ടനെ അടിമയാക്കാൻ ആ സൂത്രനും കൂട്ടുനിൽക്കുന്നല്ലോ എന്നാലോചിക്കുമ്പോഴാ. കടിയൻ ചേട്ടാ, ആളെത്തി. എടാ, ഞാൻ അടിമയാവുന്നത് നിനക്കൊക്കെ കാണണമല്ലേ? കണ്ടോ, വയറു മാന്തി പൊളിച്ചിട്ടും ദുഷ്ടനാ കുഞ്ഞിനെ വെറുതെ വിട്ടിട്ടില്ല. എന്തൊരു തല്ല്! ഇത്രയും ക്രൂരത നമ്മുടെ കാട്ടിലൊന്നും കണ്ടിട്ടില്ല. നമുക്ക് വേഗം സ്ഥലം വിടാം മോനെ. എടോ, കുറച്ചു ദിവസം മുമ്പ് ഒരു അമ്മാവന്റെ മകൻ വന്നത് ഓർമ്മയുണ്ടോ? അയ്യോ, ഓർമ്മയുണ്ട്. അവൻ പിന്നെയും വന്നോ? അവൻ വന്നില്ല. പക്ഷേ ആ അമ്മാവൻ വന്നു. കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാൽ മോനാ ഭേദം. അയ്യോ, എങ്കിൽ കാര്യം കുളമാകും. വലിയ നിർബന്ധക്കാരനാ. എല്ലാം കൃത്യമാവണം. ഭക്ഷണം, വ്യായാമം, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, താമസിക്കുന്ന ഗുഹ എല്ലാം കൃത്യ അളവിൽ വേണം. ഉദാഹരണത്തിന് 50 അടി ദൂരെ ഒരു ഗുഹയുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യം 50 അടി വേണം. കൂടിയാലും കുറഞ്ഞാലും ഇടിയും കൃത്യം 50 കിട്ടുമോ? ഉള്ളിക്ക് താമസിക്കാൻ ഒരു ഗുഹ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വടിയും. വടിയും താമസിക്കാനാണോ? വടി കുത്തി നടക്കാനാ. കൃത്യം നീളം വേണം. പിന്നെ കടുവത്തലയുടെ വലിപ്പമുള്ളൊരു പാത്രവും വേണമത്രേ വെള്ളം കുടിക്കാൻ. അയ്യോ, കടുവത്തല വേണമെന്നില്ല, ആ അളവിൽ പാത്രം. അതാണത്രേ കൃത്യം അളവ്. വടി ഇതു മതി. എന്റെ തോളിനൊപ്പം നീളമാ പറഞ്ഞത്. ശരിയാ, കൃത്യമാ. പാത്രത്തിന്റെ അളവും ഓക്കെ. ഇനി തല എടുക്കട്ടെ, അല്ല പാത്രം എടുക്കട്ടെ? ഇനി കൃത്യം പൊക്കമുള്ള ഗുഹ വേണം. കൃത്യം പൊക്കമെന്ന് പറഞ്ഞാൽ? അത് പറഞ്ഞില്ല. അമ്മാവന്റെ പൊക്കമുള്ള ഗുഹ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഈ ഗുഹ കറക്റ്റാ.
വടിയും പാത്രവും ഇവിടെ വെക്കാം. അമ്മാവാ, ഗുഹയും വടിയും പാത്രവും റെഡി. എല്ലാം കൃത്യം അളവിലാണോ? ആവൂ, കൃത്യമാ. എന്തു കൃത്യം? എനിക്ക് വ്യായാമം ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? ചെയ്യാമല്ലോ. എന്ത് വ്യായാമമാ? 101 ചാട്ടം. ഇതിനകത്ത് നിന്ന് എങ്ങനെ ചാടുമട കഴുതേ? സൂത്ര, തുരങ്കത്തിന്റെ അപ്പുറത്ത് ചെന്ന് 4-5 മുളക് പറിച്ചു കൊണ്ടുപോവാ. എനിക്ക് പേടിയാ. ഒറ്റ ഓട്ടം ഓടിയാൽ മതി, പേടി മാറും. ശരിവും കൂടെ വരും. സൂത്ര, മുളക് മുളയിലാണോ ഉണ്ടാവുന്നത്? ഇതിനപ്പുറത്താ മുളക് ചെടി. അയ്യോ, എന്തൊരു ഇഷ്ടം. മറ്റേ അറ്റത്ത് വെളിച്ചമുണ്ട്. അമ്മ പറഞ്ഞതുപോലെ ഒറ്റയോട്ടം ഓടിയാലോ? 2 ഒറ്റയോട്ടം വേണ്ടി വരും. ഇങ്ങോട്ടും വേണ്ടേ? ഓടുന്ന സൂത്രം സൂപ്പറാ. 2 മുളക് ഞാൻ പിടിക്കാം സൂത്ര. എന്താ സൂത്ര? എനിക്ക് പേടിയാ. പേടിയുണ്ടെങ്കിൽ ഒറ്റയോട്ടം ഓടിയാൽ പോരെ. വാ സൂത്ര. ഹിഹി, കരടിത്തോല. താനിതൊന്ന് ഇട്ട് നോക്ക്. ഇപ്പൊ താനൊരു കിടുങ്ങും കരടിയായിട്ടുണ്ട്. ഇതിട്ടാൽ വല്ലാത്ത ചൂടാ. ഇനി താൻ ചെന്ന് ആ കടിയിനിട്ട് ഒരു ഏറ് കൊടുത്തിട്ട് വാ. അമ്മോ, ആ പണിക്ക് ഞാനില്ല. പേടിക്കണ്ടോ, ആരും തിരിച്ചറിയൂല. കലക്കൻ വേഷമല്ലേ. എറിഞ്ഞു കഴിഞ്ഞ ഒറ്റയോട്ടം ഓടിയിട്ട് ഒളിക്കണം. എന്നാലും ഒരു എന്നാലുമില്ല. സംഗതി സിമ്പിളല്ലേ. ഏറ്, ഓട്ടം, ഒളിക്കൽ, ക്ലീൻ. എടാ ഭയങ്കര, ഇയാള് കൊള്ളാമല്ലോ. നില്ലടാ അവിടെ. അമ്മോ, കടിയനൊരു കരടിയെ ഓടിക്കുന്നു. നമുക്കവനെ പിടിച്ചു കൊടുക്കാം. ശരിയാ, കടിയനെ സോപ്പിടാനുള്ള വഴിയാ. അമ്മോ, ഒന്നും ചെയ്യല്ലേ, സൂത്രം പറഞ്ഞിട്ടാണ്. ആഹാ, അവനെ ഞാൻ പിന്നെ കണ്ടോളാം. രക്ഷിക്കോ. അടയ്ക്കട ഗുഹ, ഞാനങ്ങ് വന്നോട്ടെ. ആ, ഇനി തുറക്ക്. ഒരാള് പോയി സൂത്രനെ പിടി. മിടുക്ക, മിടുക്ക, അത് കലക്കി. കള്ള കൊറക്ക, എന്നെ കൊല്ലാൻ നീ ഒരുത്തനെ അയച്ചില്ലേ? അവന്റെ തോല ഈ ശരി പറിച്ചെടുത്തത് കണ്ടു പഠിക്ക്. ഹലോ, എന്താ കണ്ണു കാണാൻ വയ്യേ? സോറി. എന്താ പ്രശ്നം? ഞാനെന്നെ മുതുകത്തിപ്പോ ചവിട്ടിയേനെ. നമുക്കൊന്നും കിടന്ന് ഉറങ്ങണ്ടാന്നായിരിക്കും. അത് ശരി, ഇവിടെ വന്ന് കിടന്നുറങ്ങാൻ ആര് പറഞ്ഞു? ഓഹോ, ഉടക്കാൻ തന്നെ ആണല്ലേ. എന്താ, ഞങ്ങൾ ഇടപെടണോ? മൂപ്പരിങ്ങനെ തുടങ്ങിയാൽ ഇടപെടേണ്ടി വരും. എന്താ, ഞങ്ങളുടെ ചെങ്ങാതി എന്താ ചെയ്തതെന്ന്? ആരാ അവിടെ മുള്ളമ്പന്നികളെ തൊട്ട് കളിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ സംഘം ചേർന്ന് ആക്രമിക്കാൻ ഞാൻ എന്തു ചെയ്തു? ആഹാ, ദൈവം നമ്മളെ ചോദ്യം ചെയ്യുന്നു. സ്ഥലം ഇടാം, അതാ ബുദ്ധി. ഉശിരുണ്ടെങ്കിൽ നേരിട്ട് വാടാ. അവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. പിന്നെ എങ്ങനെ വിടും? ഇവറ്റകൾ പേടിയുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ശബ്ദം. ഭയങ്കര ശബ്ദം കേട്ടാൽ സകലതും പുറത്ത് ചാടും, ബോധം കെടുകയും ചെയ്യും. ഭയങ്കര ശബ്ദം എവിടുന്ന് കിട്ടും? വാ, വഴിയുണ്ട്. ചേട്ടാ, ഇവിടെ നിന്ന് ഈ ബലൂൺ ഒന്ന് വീർപ്പിച്ചു തരണം. ഇങ്ങുതാ. നന്നായി വീർത്താൽ താൻ ഈ കമ്പ് കൊണ്ട് കുത്തി ബലൂൺ പൊട്ടിക്കണം. ഞാൻ അകത്തുണ്ടാകും. ഞാനാണ് ഇതിനു പിന്നിലെന്ന് അവന്മാരറിയണ്ട. സകലതും പുറത്തു ചാടി. പക്ഷെ ഒരുത്തനെ ബോധം കെട്ടുള്ളൂ. ബോധം കെട്ടത് ആനച്ചേട്ടനാ. ഇത്രയും മുള്ളമ്പന്നികൾ ഒരുമിച്ച് കണ്ടതിന്റെ ഷോക്കാ. വൈദ്യർ വിളിച്ചോ? വിളിച്ചു. ക്രോം. ഒരു മരുന്ന് എത്തിക്കണം, അതിനെ വിളിച്ചത്. കൊണ്ടുവരാം. ക്രോം. ഏതോ തവള കരയുന്നുണ്ടല്ലോ. അതുതന്നെയാ പ്രശ്നം. തവള അങ്ങേരുടെ തൊണ്ടയിലാ. ക്രോം. ശരു, ചിരിക്കരുത്, അത് മോശമാ. ക്രോം. ഇദ്ദേഹത്തിന് ഒരു ഇല തുടർച്ചയായി കൊടുക്കണം.
ഇവിടെ സ്റ്റോക്ക് ചെയ്തത് തീരാറായി. ക്രോം. തന്നോടല്ലേ ചിരിക്കരുതെന്ന് പറഞ്ഞത്? മൂക്കൻ കുന്നിൽ മഞ്ഞ ഇലയുള്ള ഒരു ചെടിയുണ്ട്. അതിൻ്റെ ഇലയാ വേണ്ടത്. പെട്ടെന്ന് വേണം താനും. ക്രോം. ശരി വൈദ്യൻ. ശരി പോയിട്ടുണ്ട്. ക്രോം. ശരുവിനാണെങ്കിൽ എന്നേക്കാൾ സ്പീഡുണ്ട്. മരുന്ന് തെറ്റാതെ കൊണ്ടുവരുമല്ലോ അല്ലേ? കൊണ്ടുവരും. കൺഫ്യൂഷൻ കുറവല്ലേ? മൂക്കൻ കുന്ന് മഞ്ഞയില ഓർക്കാൻ അത്രയേ ഉള്ളൂ. അരമണിക്കൂറായി. ശരുവിനെ കാണാനില്ലല്ലോ. ഉടനെ മരുന്ന് കിട്ടിയില്ലെങ്കിൽ? ഞാനൊന്ന് പോയി നോക്കാം. ക്രോം. താൻ ഇവിടെ ഇരിപ്പാണോ? മരുന്ന് എവിടെ? മരുന്നോ? ഏതു മരുന്ന്? ചിരി വന്നപ്പോ ഓടിയതാ. അവിടെ ഇരുന്ന് ചിരിച്ചാൽ മോശമല്ലേ? കുതിര മുയലിനെ ഓടിച്ചിട്ട് പിടിക്കുന്നോ? എൻ്റെ അമ്മേ, ഈ കുതിര മുയലിനെ തിന്നുമോ? മുയലിനെ തിന്നുന്ന കുതിര എൻ്റെ കാട്ടുമുത്തപ്പ സൂത്ര. താൻ കണ്ടോ? ദേ ഒരു കുതിര മുയലിനെ ഓടിച്ചിട്ട് പിടിക്കുന്നു. ഇറച്ചി തിന്നുന്ന കുതിരയാടോ. വേറെ ആരെങ്കിലും അവന്മാരുടെ പിന്നാലെ ഉണ്ടാകുമോ? അതു ഞാൻ നോക്കിയില്ല. ഇതാ തൻ്റെ കുഴപ്പം. താൻ വാ നോക്കാം. കണ്ടോ കണ്ടോ, അവന് ഇതുവരെ മുയലിനെ പിടിക്കാൻ പറ്റിയിട്ടില്ല. ദേ ഒരു കുരങ്ങൻ അവന്മാരുടെ പിന്നാലെ. കുരങ്ങന്റെ പിന്നാലെ ആരെയും കാണുന്നില്ലല്ലോ. ശരു, സംഗതി കുഴപ്പമാ. എന്താ കുഴപ്പം? ആ കുരങ്ങൻ പെശക. കുതിരയും മുയലും പേടിച്ചോടുന്നത് കണ്ടില്ലേ? അയ്യോ, അപ്പൊ അവനാണോ ഇറച്ചി തിന്നുന്നവൻ? ആയിരിക്കും. ഹേടാ ഭയങ്കര. കുതിരയെ തിന്നുന്ന കുരങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഏറിയടാ അവനെ. അടിയടാ അവനെ. പേടിക്കേണ്ട കുതിരച്ചാരെ, ഇവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. അയ്യോ, ദ്രോഹികളെ, പ്രാക്ടീസ് ചെയ്യാനും സമ്മതിക്കില്ലേ? അറിയിപ്പ്: പരിശീലനത്തിനിടയിൽ പരുക്കേറ്റ് കോക്രി കുരങ്ങൻ ഓട്ട മത്സരത്തിൽ നിന്നും പിന്മാറി. ഞാൻ ഇന്നലെ ഒരു പേടി സ്വപ്നം കണ്ടു. ഒരു വമ്പൻ പല്ലി തിന്നാൻ വരുന്നു. അയ്യോ അമ്മേ, ഉറക്കം വരുന്നില്ല. പല്ലി തിന്നാൻ വരുന്ന സ്വപ്നം കാണുമോ എന്ന് പേടിയാ. പല്ലിയുടെ സ്വപ്നം കാണല്ലേ എന്ന് കാട്ടുമുത്തപ്പനോട് പ്രാർത്ഥിച്ചാൽ മതി. കാട്ടുമുത്തപ്പ, പല്ലിയുടെ സ്വപ്നം കാണല്ലേ. ഇനി ഉറങ്ങിക്കോ. വമ്പനീച്ച തിന്നാൻ വരുന്ന സ്വപ്നം കണ്ടാലോ? അതും പ്രാർത്ഥിച്ചിട്ട് വേഗം ഉറങ്ങ്. ഈച്ച സ്വപ്നം കാണല്ലേ. ശരി, ഇനി ഉറങ്ങ്. വൈകി. ഇനിയും പേടിയുണ്ട്. കാട്ടുമുത്തപ്പ, വമ്പൻ പുഴുവിന്റെ സ്വപ്നം കാണല്ലേ. വമ്പൻ മുയലിന്റെ സ്വപ്നം കാണല്ലേ. വവ്വാലിന്റെ സ്വപ്നം കാണല്ലേ. അണ്ണാന്റെയും തവളയുടെയും സ്വപ്നം കാണല്ലേ. കൊതുകിന്റെയും പാറ്റയുടെയും പാമ്പിന്റെയും എലിയുടെയും കഴുതയുടെയും സ്വപ്നം കാണല്ലേ. ആനയുടെയും കരടിയുടെയും തേരട്ടയുടെയും കുരുവിയുടെയും കാക്കയുടെയും പിന്നെ പൂച്ചയുടെയും സിംഹത്തിന്റെയും മീനിന്റെയും തുമ്പിക്കൈയും കൊമ്പുമൊക്കെ കാണാൻ നല്ല രസമാ. ഹിഹി. ശരി, നമുക്ക് ആനയെ വേഷം കിട്ടിയാലോ? ഹായ്, അത് നല്ല തമാശയാവും. ആനവേഷം കിട്ടി ഇവിടെ വരണം. വരാം. പള്ളി തുമ്പിക്കൈ പോലെ കെട്ടാം. 2 കമ്പ് കടിച്ചു പിടിച്ചാൽ കൊമ്പായി. അയ്യോ, ഓടി വരണേ. മണ്ണ് കുഴച്ച് ആനക്കാല് പോലെ ആക്കിയതാ. ഇപ്പൊ നടക്കാൻ പറ്റുന്നില്ല. ചേട്ടാ, ഒരു ഐഡിയ, സഹായം വേണം. എലിത്തെറ്റുകാർക്ക് പറ്റിയൊരു ശിക്ഷ പറഞ്ഞു തരണം. എലിത്തെറ്റുകാരോ? അതെ, തെറ്റ് ചെയ്യുന്ന എലികൾ എന്നർത്ഥം. തെറ്റു ചെയ്യാത്തവരെ എലി ശരിക്കാർ എന്നാണോ വിളിക്കുക? എന്ത് തെറ്റു ചെയ്യുന്നവർക്കാ ശിക്ഷ വേണ്ടത്? കള്ളം പറയുക, മടി പിടിച്ചിരിക്കുക, മോഷണം തുടങ്ങിയ സില്ലി തെറ്റുകളാ സാധാരണ കണ്ടുവരുന്നത്. ഓ, ഏതോ തെറ്റ് കണ്ടിട്ട് വരുന്ന വഴിയാ അല്ലേ? ശാസിക്കുക, തുറച്ചു നോക്കുക, ഭീഷണി, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ശിക്ഷ. അതൊന്ന് പരിഷ്കരിക്കണം. വാല് മുറിച്ചു കളഞ്ഞാലോ? അയ്യോ,
അത്രയും വയലൻസ് വേണ്ട. മാത്രമല്ല വാല് പോയ എലി പിന്നെയും തെറ്റു ചെയ്താൽ മുറിക്കാൻ വാല് കാണില്ല. തൂണിൽ കെട്ടിയിടാം, അത് മതിയോ? തൂണിൽ കെട്ടിയിടുക, അത് കൊള്ളാം അല്ലേടാ? അത് കൊള്ളാം. ചേട്ടാ, ഉദ്ഘാടന ശിക്ഷ ഉടനെ നടക്കും. ഓരോരോ ആവശ്യങ്ങൾ കേട്ടാൽ ചിരി വരും. എലി തെറ്റ് എന്ന് കേട്ടപ്പോഴേ എനിക്ക് ചിരി വന്നു. ഇത്ര പെട്ടെന്ന് യവന്മാര് തൂണ് നാട്ടിയോ? ഉദ്ഘാടനം കഴിഞ്ഞോ ആവോ? തൂണ് വെയിലത്താ, കലക്കൻ ശിക്ഷയാ. പക്ഷെ തൂണിന്റെ സ്ഥാനം ശരിയല്ല, ഗുഹയുടെ നേരെ മുന്നിലല്ലേ. അപ്പുറത്തേക്ക് മാറ്റി കുഴിച്ചിടാം. എന്നാലും ചേട്ടന്മാർ ഈ ചെയ്തത് ശരിയായില്ല. ഉദ്ഘാടനം കൊളവാക്കിയില്ലേ? കുറ്റവാളി രക്ഷപ്പെട്ടു. അതിന് തൂണിൽ കുറ്റവാളി ഇല്ലായിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇല്ലെന്നേ, തൂണിൽ ആരെയും കണ്ടില്ല. ഇങ്ങനെ കാണും, താഴെ കെട്ടിയിട്ടത്. തൂണ് ഊരിയപ്പോ കെട്ടഴിഞ്ഞു. വല്ലാത്ത നടുവേദന, പോയി വൈദ്യനെ കണ്ട് മരുന്നും കൊണ്ടുവാ. ഇടി കൊള്ളാൻ നമ്മൾ വേണം, മരുന്ന് മേടിക്കാനും നമ്മൾ വേണം. നമ്മളെ പോലുള്ള പാവങ്ങളെ ഇടിക്കുന്നവർക്ക് കാട്ടുമുത്തപ്പൻ കൊടുക്കുന്നത് ഈ നടുവേദന. ഇടി കൊണ്ടവർക്ക് കാട്ടുമുത്തപ്പൻ കൊടുക്കാതെ തന്നെ നടുവേദന വരും. സുഹൃത്തുക്കളെ, മുഖത്ത് എന്തോ കാണുന്നുണ്ടല്ലോ. ശരിയാ സൂത്ര, തന്റെ മുഖത്ത് ഒരു ഈച്ചയെ കാണാനുണ്ട്. അതല്ല, മുഖത്ത് നിരാശ കാണുന്നു എന്നാ പറഞ്ഞത്. പറയൂ, എന്താണ് നിങ്ങളുടെ ദുഃഖം? ദുഃഖമല്ല, വേദന, നടുവേദന. ഞങ്ങൾക്കല്ല, കടിയൻ സിംഹത്തിന്. ഓഹോ, അദ്ദേഹം വേദനയുടെ നടുവിലാണല്ലേ? പുറം വേദന എന്ന് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തെ വേദനയിൽ നിന്ന് പുറത്താക്കി തരാം. വരൂ, എന്റെ ഗുരു അകത്തുണ്ട്. മഹാവൈദ്യന, എന്തു രോഗവും മരുന്നില്ലാതെ മാറ്റും. ഒന്ന് നോക്കിയാലോ? വൈദ്യുതി മാറ്റിയാലും വേദന മാറിയാൽ പോരെ? ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ. പരിചയമില്ലാത്തവരോട് ഗുരു സംസാരിക്കില്ല. സംസാരിക്കാതെ പരിചയപ്പെടാനും പറ്റില്ല അല്ലേ? ഞാൻ അകത്തുപോയി രോഗവിവരം പറഞ്ഞിട്ട് വരാം. ചികിത്സ നിശ്ചയിച്ചു. ആനയെ ഉപയോഗിച്ചാണ് ചികിത്സ. ഇതെങ്ങനെ വേണമെന്ന് ഗുരു ഇതിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ചികിത്സ നിശ്ചയിച്ചു. ആനയെ ഉപയോഗിച്ചാണ് ചികിത്സ. ഇതെങ്ങനെ വേണമെന്ന് ഗുരു ഇതിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. ഈ വ്യായാമം എത്ര നേരം ചെയ്യണം? അരമണിക്കൂർ ചെയ്യാനാ ഗുരു പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ലല്ലോ? എന്തു കുഴപ്പം? വേദന മാറിയില്ലെങ്കിൽ ഇങ്ങോട്ട് വാ, ഗുരുവും ഞാനും ഇവിടെ തന്നെ കാണും. വാ, പോയി നോക്കാം. അങ്ങേര് ഇത്രയും ധൈര്യമായിട്ട് പറയുന്നതല്ലേ. തന്റെ ഗുരുവിനെ എനിക്കൊന്ന് കാണണം. ആനയെ മുതകത്ത് കയറ്റി കിടത്തിയിട്ട് ഇപ്പൊ മൂപ്പർക്ക് എണീക്കാൻ വയ്യ. കിടക്കാനോ? കിടക്കാൻ ആരു പറഞ്ഞു? പിന്നെ ഇതെന്താ അങ്ങേര് വരച്ചു തന്നിരിക്കുന്നത്? നിങ്ങൾ തിരിച്ചാ പിടിച്ചത്. ഇങ്ങനെ മുതുകും ചേർത്ത് നിൽക്കാനാ ഗുരു ഉദ്ദേശിച്ചത്. ശരി, എന്റെ അച്ഛൻ ആയുധം ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. വില്ലും കഥയും. ആയുധമോ? അതെന്താ? മുയലിനെ ഒക്കെ പിടിക്കാനുള്ള സൂത്രമാ. വില്ലുണ്ടാക്കാൻ കമ്പ് വളച്ച് വള്ളി കെട്ടണം. മറ്റേ കമ്പ് മത്തങ്ങയിൽ തുളച്ചു കയറ്റിയാൽ ഗതയായി. ഞാൻ പോയി വില്ലിനുള്ള വള്ളി കൊണ്ടുവരാം. ശരി, വള്ളി കിട്ടി. നീ ആ കമ്പ് ഒടിച്ചോ? വില്ലുണ്ടാക്കാൻ വളച്ചതാ, അളഞ്ഞില്ല, ഒടിഞ്ഞു. അയ്യോ, ഇത് ഗത ഉണ്ടാക്കാനുള്ള കമ്പാ. വണ്ണം കുറഞ്ഞ കമ്പാ വളച്ച് വള്ളി കെട്ടേണ്ടത്. ആ കമ്പ് ഇവിടെ, അത് വളച്ച് വില്ലുണ്ടാക്കാം. അത് മത്തങ്ങയിൽ തുളച്ച് കയറ്റി പൊക്കിയപ്പോ അതും ഒടിഞ്ഞു. അയ്യോ, തെറ്റി. എന്താ കാട്ടുമുത്തപ്പ ഈ വേഷത്തിൽ? തെറ്റുപറ്റിയതാ. എന്താ പ്രശ്നമെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ആനയെ വിളിച്ചത്, പക്ഷെ പ്രത്യക്ഷപ്പെടാൻ തെറ്റിപ്പോയി. സ്ഥലം മാറി. ആനയെ ഇങ്ങോട്ട് വിളിച്ചാലോ? വേണ്ട, ഒന്നുകൂടി ട്രൈ ചെയ്യട്ടെ. ആവശ്യക്കാർക്ക് അങ്ങോട്ട് ചെന്ന് പ്രത്യക്ഷപ്പെടാൻ പറ്റണം അല്ലേ സൂത്ര? അയ്യോ, സോറി, പിന്നെയും തെറ്റി. ദേ അവിടെ. ഇതൊരു പ്രശ്നമായല്ലോ. എന്തു ചെയ്യും? വൈദ്യരെ കാണാം. പിന്നാലെ വന്നാൽ മതി. അവിടെ ചെന്ന് പ്രത്യക്ഷപ്പെടാൻ നോക്കിയാൽ സ്ഥലം മാറിപ്പോയാലോ? തലയിൽ സിഗ്നൽ കിട്ടുന്നതിലെ പ്രശ്നമാ. പക്ഷേ ഇതിനുള്ള മരുന്ന് എന്റെ കയ്യിലില്ല.
എവിടെയാണെന്ന് പറഞ്ഞാൽ പറിച്ചോണ്ട് വരാം. ആഹാ, അതല്ല. കാട്ടുമുത്തപ്പന്മാരെ ചികിത്സിക്കൽ എളുപ്പമല്ല. എല്ലാ മരുന്നും എനിക്കറിയില്ല. ഇനി എന്തു ചെയ്യും? ഒന്നുകൂടി ട്രൈ ചെയ്തു നോക്കാം. ബും. പാവം കാട്ടുമുത്തപ്പന് ഒരു ആവശ്യം വന്നാൽ ആരെ പ്രത്യക്ഷപ്പെടുത്തും? കാട്ടുമുത്തപ്പന്മാരുടെ സപ്പോർട്ടിന് കൊടുങ്കാട് മുത്തപ്പന്മാരുണ്ട്. ശരിയായി സൂത്ര, ശരിയായി. എങ്ങനെ? കൊടുങ്കാട് മുത്തപ്പൻ സഹായിച്ചു അല്ലേ? സിഗ്നൽ കിട്ടുന്നതിന്റെ പ്രശ്നം തന്നെ ആയിരുന്നു. തലയ്ക്കൊരു അടി കിട്ടി, അതോടെ മാറി. അടിച്ചോ? ആരടിച്ചു? കൊടുങ്കാട് മുത്തപ്പനായിരിക്കും. അതല്ല, കാത്തിരുന്നും അടുത്ത ആന എന്നെ തിരഞ്ഞു പിടിച്ച് കൈകാര്യം ചെയ്തു. ടക്ക്. ചവക്കൊക്കെ അതിരില്ലേ? നാളെ ഒരു ദിവസത്തേക്ക് മോനെ നോക്കാനാ വിളിപ്പിച്ചത്. പറ്റുമോ? നോക്കാൻ പറ്റുമോന്ന് നോക്കാം. ഒരു കൃത്യമായിട്ടാ മോന്റെ കാര്യങ്ങൾ ഇപ്പോ നടക്കുന്നത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓരോ കാര്യവും ചെയ്യാൻ കൃത്യം സമയമുണ്ട്. അതിൽ നിന്ന് മാറരുത്. ദോ, ഈ മരം കണ്ടോ? ഇതിന്റെ നിഴല് നോക്കി വേണം ഓരോന്ന് ചെയ്യാൻ. എല്ലാം വിശദമായി ഇതിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വായിക്കാം. മരത്തിന്റെ നിഴല് ഒന്നാമത്തെ കല്ലിൽ വീണാൽ പയ്യനെ ഉണർത്തുക. നിഴൽ ഒന്നാം കല്ലിൽ നിന്ന് വിടുന്നത് വരെ പല്ല് മൂർച്ച കൂട്ടുക. നിഴൽ രണ്ടാമത്തെ കല്ലിൽ തട്ടുന്നത് വരെ വ്യായാമം. ഗുഹയ്ക്ക് ചുറ്റും ഓടണം. ഞാനും ഓടണം. മൂന്നാമത്തെ കല്ലിൽ വീഴുന്നത് വരെ ഭക്ഷണം. ഉണക്കിയ പോത്തിറച്ചി ഗുഹയിലുണ്ട്. നാലാമത്തെ കല്ലിൽ എത്തുന്നത് വരെ കണക്കു പഠിക്കണം. അത് കഴിഞ്ഞാൽ കുന്നിന്റെ മുകളിലേക്ക് ഓട്ടം. അഞ്ചാമത്തെ കല്ലിൽ നിഴൽ വീഴുന്നത് വരെ. 6ൽ വീഴുന്നത് വരെ ലഘുഭക്ഷണം. മുതലമുട്ട ഗുഹയിലുണ്ട്. അത് കഴിഞ്ഞാൽ 7ൽ നിഴൽ വീഴുന്നത് വരെ ഗർജനം പരിശീലിക്കൽ. 8ാമത്തെ കല്ല് വരെ വീണ്ടും പഠനം. 9 വരെ വീണ്ടും പോത്തിറച്ചി തീറ്റ. 9ാമത്തെ കല്ല് മുതൽ 10ാമത്തെ കല്ല് വരെ ഒരു എക്സ്ട്രാ ടൈം. നേരത്തെ ചെയ്യാൻ പറ്റാത്തതൊക്കെ എക്സ്ട്രാ ടൈമിൽ ചെയ്തു തീർക്കണം. സമയം തെറ്റിക്കാൻ മോനെ സമ്മതിക്കരുത്. കാര്യങ്ങളൊക്കെ നടന്നോ? ചില കാര്യങ്ങളൊന്നും സമയത്ത് ചെയ്യാൻ പറ്റിയില്ല. മഴക്കാറ് കാരണം കല്ലിൽ നിഴൽ വീഴാത്തത് കൊണ്ടാ. എന്തൊക്കെയാ ചെയ്യാതിരുന്നത്? വ്യായാമവും കുന്നുകയറ്റവും കണക്കുപടുത്തവും ഒക്കെ നടന്നു. പക്ഷേ 3ാം കല്ലിലും 6ാം കല്ലിലും 9ാം കല്ലിലും നിഴൽ വീഴാത്തത് കൊണ്ട് ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല. എക്സ്ട്രാ ടൈമിൽ കൊടുക്കാമെന്ന് വിചാരിച്ചതാ. അപ്പോഴേക്കും മോൻ തല ചുറ്റി വീണു. അകത്ത് കിടപ്പുണ്ട്. മാനിനെ വിളിക്കാൻ പല പല വഴികളുണ്ട്. പിന്നാലെ ഓടുക, ചാടി വീണ് കടിക്കുക, കുരുക്കെറിയുക, കല്ലെറിഞ്ഞു വീഴ്ത്തുക. കുരുക്കോ? അതെന്നാ? വള്ളിയുടെ അറ്റം വട്ടത്തിൽ കെട്ടിയുണ്ടാക്കുന്ന വിദ്യ കാണിക്കാം. ദോ കണ്ടോ, ആ കല്ല് മാനാണെന്ന് വിചാരിച്ചെറിയാം. കണ്ടില്ലേ, മാൻ കുരുങ്ങി. ഇതുപോലെ പ്രാക്ടീസ് ചെയ്തോളൂ. പ്രാക്ടീസ് ചെയ്ത് പല്ലു പോയി. കുരുക്കെറിഞ്ഞാൽ പല്ലു പോകുമോ? അതല്ല, ആരാണെന്ന് വിചാരിച്ച് കല്ലിൽ ചാടി വീണ് കടിച്ചു. താൻ എവിടെ പോയതോ? അമ്മാവനെന്തോ അസുഖം, കാണാൻ പോയതാ. മണമൊന്നും കിട്ടുന്നില്ല. മണം കിട്ടാത്തതാ അസുഖത്തിന്റെ ലക്ഷണമെന്ന് വൈദ്യര് പറഞ്ഞു. ഒരാഴ്ച ഗുഹയിൽ അടച്ചിരിക്കാനും പറഞ്ഞു. അതെന്തോ, ഗുഹയിൽ മണം കിട്ടുമോ? അതല്ലടോ, അടച്ചിരുന്നില്ലെങ്കിൽ അസുഖം മറ്റുള്ളവർക്ക് പകരും. അമ്മാവനെ ഗുഹയിലിരുന്ന് ഞാനിങ്ങ് പോന്നു. ഇനി ഭക്ഷണം കൃത്യമായി കൊണ്ടുകൊടുക്കണം. മണമില്ലാത്ത ഭക്ഷണം കൊടുത്താൽ മതി അല്ലേ? അമ്മാവൻ അറിയില്ലല്ലോ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം. ഇപ്പോ മണം കിട്ടുന്നില്ല. ഒട്ടും കിട്ടുന്നില്ലേ? ഒട്ടും കിട്ടുന്നില്ല. അയ്യോ സൂത്രോ, ഒരു കരടിപ്പോയിന് മണം കിട്ടുന്നില്ല. ഒട്ടുന്നില്ല. അല്ല, ഒട്ടും കിട്ടുന്നില്ല. എങ്കിൽ റിസ്കാ. ഒരാഴ്ച ഗുഹയിൽ അടച്ചിരിക്കണം. താൻ അവനെ വേഗം ഗുഹയിൽ കയറ്റാൻ നോക്ക്. ബാക്കി പിന്നെ നോക്കാം.
മോൻ ഗുഹയിൽ കയറ്. മണം കിട്ടാത്തത് ഒരു ലക്ഷണമാ. എന്റെ ലക്ഷ്മണം? ചേടാ, മോൻ എവിടെ പോയി? മോനെ, മോനെ. ഞേ, എന്റെ മോനെ താനാണ് ഗുഹയിൽ അടച്ചത്? തുറന്നു കിട്ടോ? മണം കിട്ടുന്നില്ല എന്ന് മോൻ പറഞ്ഞത് ഞാൻ കേട്ടതാ. മണം കിട്ടുന്നില്ലെങ്കിൽ ഗുഹയിൽ അടയ്ക്കാൻ ആരാ പറഞ്ഞത്? സൂത്രൻ. എനിക്ക് തോന്നി ഈ വക കുരുട്ടുബുദ്ധി ആ തലയിലേ തോന്നു. പക്ഷേ ചേട്ടാ മണം കിട്ടാത്തത്. എടോ മരൻ മോടാ, ഞാൻ ഒരാഴ്ചയായി കുളിച്ചിട്ട്. വല്ലാത്ത നാറ്റമെന്ന് മോന് പരാതി. കുളിച്ചു കഴിഞ്ഞിട്ട് മണം പോയോ എന്ന് നോക്കിയതാ മോൻ. സൂത്രോ, ആ കടിയോ വല്ലാതെ ഇടിച്ചോ? ഈ ആഴ്ചയെങ്കിലും ഇടിയില്ലെന്ന് വിചാരിച്ചതാ. ചത്താലും മതിയായിരുന്നു. പ്രേതമായിട്ട് ചെന്ന് അവനെ തട്ടാമല്ലോ. എടോ ശരു, അത് തന്നെ വഴി. പ്രേതമാവാം. അയ്യോ, താൻ ചാവാൻ പോവുകയാണോ? അല്ലടോ മണ്ട, ഞാൻ ഇടികൊണ്ട് ചത്തുന്ന് താൻ കടിയനോട് ചെന്ന് പറയണം. എന്നിട്ട് രാത്രി ഞാൻ വെള്ളം മേങ്കങ്ങ അടിച്ച് പ്രേതമായിട്ട് ചെല്ലും. മൂപ്പര് പേടിച്ച് കാട് വിടും. താൻ വേഗം കണിയന്റെ അടുത്തേക്ക് ചെല്ല്. എനിക്ക് വേറെയും ചിലരെ കാണണം. വെള്ളം മേങ്കി ഇത്രയും മതിയാവും. ഞാൻ മരത്തിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. നിങ്ങളും ചുറ്റും പറക്കണം ഒരു എഫക്റ്റിന്. ചേട്ടൻ ഒളിച്ചിരുന്ന് മരം പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കണം. നമ്മളെക്കാൾ തലതിരിഞ്ഞവനാണല്ലോടാ ഈ കുറുക്കച്ചാര്. താൻ ചത്ത കാര്യം കടിയനോട് നന്നായി കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. ഷിൽ ഷിൽ ഷിൽ. എന്താ ഒരു ശബ്ദം? എന്റെ അമ്മേ. അതൊക്കെ ആട്ടണോ മണ്ട ഞാന്? എന്റെ അമ്മേ, മരം വീണു. ഇത്രേ വലിക്കണ്ടോന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ചേട്ടാ, ഒരു കൈ കൂടി നോക്കിയാലോ? ഞാൻ റെഡി. ഓ, ആരോ? ആ മരം വീണ് ചത്തതാ ഞാൻ. എന്റെ കാട്ടൂത്തപ്പ. സൂത്ര, അമ്മാവൻ കുഴിയിൽ വീണു. അച്ഛനെ വിളിക്കാൻ പോവുകയാ. നമുക്ക് രക്ഷിക്കാമെന്നേ. എങ്ങനെ രക്ഷിക്കും? ഒരു വള്ളി ഇട്ട് കൊടുക്കാം. അമ്മാവന് പനിയാ. വെയില് കൊള്ളരുതെന്ന് വൈദ്യർ പറഞ്ഞു. ഞാൻ വള്ളി കൊണ്ടുവരാം. വള്ളി കിട്ടി ശരിയോ? ഇതെന്തിനാ കല്ല്? അമ്മോ, നീക്കാൻ പറ്റുന്നില്ല. ആനക്കുട്ടനെ തന്നെ വിളിക്കാം. വള്ളി ഇട്ട് കൊടുക്കണ്ടേ? അതിന് കല്ല് മാറ്റണം. കുഴിയിലേക്ക് വള്ളി ഇട്ട് കൊടുക്കാൻ എന്തിനാ കല്ല് മാറ്റുന്നത്? ഈ കല്ലിന്റെ താഴെ കുഴി. അമ്മാവന് വെയിലടിക്കാതെ കുഴി കല്ലുകൊണ്ട് അടച്ചു വെച്ചതാ. ആനക്കുട്ടനാ സഹായിച്ചത്. എത്തി എത്തി അമ്മാവൻ, കടിയന്റെ അമ്മാവൻ. അടുത്ത കാട്ടിൽ നിന്ന് വരുന്നേ കടിയന്റെ അമ്മാവൻ. ഓ, പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഏതു കാര്യവും പാട്ടുപാടി പറയുന്നത് എന്റെ ശീലമായി പോയി. പാടുന്നതല്ല, പ്രതീക്ഷിക്കാതെ ഇത്രയും ഒച്ചത്തിൽ പാടുന്നതാ പ്രശ്നം. അതും കടിയന്റെ അമ്മാവന്റെ കാര്യം. ഉറക്കെ പാടുന്നതും ശീലമായി പോയി. ഇത്രയും ശബ്ദത്തിൽ കേട്ടാൽ ആരും ഞെട്ടും. ഞെട്ടുന്നത് ഞങ്ങളുടെ ശീലമാ. പക്ഷേ ഞാനെന്തു ചെയ്യും? പണിയുണ്ട്. ഹമ്മിങ് ഇട്ട് വേണം പാട്ട് തുടങ്ങാൻ. ഹമ്മിങ്ങോ? അതെ. എന്നൊക്കെ ആദ്യം പാടണം. പിന്നെ മതി ഒറിജിനൽ പാട്ട്. അത് തന്നെ. ഓഹോ, കറക്റ്റ്. എത്തി എത്തി അമ്മാവൻ. കണ്ടോ, ഇത്തവണ ഞെട്ടിയില്ല. എനിക്കും ഞെട്ടാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഇനി ഇങ്ങനെ പാടണം കേട്ടോ. ഇടാനുള്ള സാധനത്തിന്റെ പേര് ഓർമ്മയുണ്ടല്ലോ? ഹമ്മിങ്.
പാട്ടിന് മുന്നിൽ ഹമ്മിങ്ങിട്ടാൽ കേട്ടാലാരും ഞെട്ടില്ല. ഹമ്മിങ് സൂത്രം ഏറ്റു. അവിടെ കണ്ടൊരു പിന്നെ അമ്മിയിട്ട് പാടണ. ആഹാ ആഹാ ആഹാ. അവിടെ കണ്ടൊരു മരമൊന്നിപ്പോൾ വീഴും ചേട്ടാ, ഓടിക്കോ എന്നാ പാടാൻ ഉദ്ദേശിച്ചത്. എന്റെ മോനെ കണ്ണുരുട്ടി പേടിപ്പിച്ചോ? ഇടിക്കും ഞാൻ. അയ്യോ, ഒന്ന് നിൽക്കണേ, ആ ഇടി ഞാൻ കൊണ്ടോളാം. എന്താ പറഞ്ഞത്? സൂത്രം കൊള്ളേണ്ട ഇടി ഞാൻ കൊണ്ടോളാമെന്ന്. പകരം എനിക്ക് വയറു നിറച്ച് തിന്നാൻ തന്നാൽ മതി. കൂലിക്കു തല്ലുകൊള്ളൽ എന്റെ പുതിയ ഐഡിയ. എങ്ങനെയുണ്ട്? സംഗതി കൊള്ളാം. സൂത്രനുള്ള ശിക്ഷ ഞാൻ ഏറ്റുവാങ്ങുന്നതിൽ ചേട്ടന് വിരോധമുണ്ടോ? ഓഹോ, ഇത് നല്ല തമാശ. ശരി, ഇങ്ങ് വാ. സൂത്ര, കൂലി റെഡിയാക്കി വെച്ചോ. ഓക്കെ, ഇനി സൂത്രനെ തല്ലണമെന്ന് തോന്നുമ്പോഴൊക്കെ ചേട്ടൻ എന്നെ തല്ലിക്കോ. വയറു നിറച്ചു തിന്നു. ഇഷി. ഏറ്റവും കൂടുതൽ തല്ല് കിട്ടുന്ന ആളായതുകൊണ്ടാ സൂത്രന്റെ അടുത്ത് തന്നെ വന്നത്. അടുത്ത തല്ലിന് കാണാം. ഉറക്കെ കരഞ്ഞാ മതി, ഞാൻ എത്താം. തല്ലുകൊള്ളുന്ന പാർട്ടിയെ വിളിച്ചോ സൂത്ര? ദേ ഇന്നും വരുന്നുണ്ട് കടിയൻ. എടാ, കടിയൻ ചേട്ടൻ തല്ലാൻ വരുന്നേ, ഓടി വാ. ചേട്ടാ, 1 മിനിറ്റ് ഇരിക്കണേ, ആളിപ്പോ എത്തും. 5 മിനിറ്റ് ആയല്ലോ, എവിടവൻ? ഞാൻ എത്തി. ശിക്ഷ തുടങ്ങിക്കോ ചേട്ടാ. അതാണ് ശിക്ഷ, കുഴിയിലേക്ക് ഏറ്. എന്റെ കാർട്ടൂൺ തപ്പാ. ഇനി നിനക്കുള്ളത് തരാം. എനിക്ക് പകരം അവനെ കുഴിയിലെറിഞ്ഞതല്ലേ? വരാൻ വൈകിയതിന് അവനെ കുഴിയിലെറിഞ്ഞത്. അയ്യോ അമ്മേ. എന്തു പറ്റി ചേട്ടാ? നടക്കാൻ വയ്യ, കാലുവേദനയാ, വിശന്നിട്ടും വയ്യ. 2 ദിവസമായി ആരും ഇതുവരെ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ തിരിഞ്ഞു നോക്കി ചേട്ടാ, ഒന്നും കാണാനില്ലല്ലോ. ആ തിരിഞ്ഞു നോട്ടമല്ലടോ. ചേട്ടൻ വിഷമിക്കണ്ട, ഞങ്ങൾ ഫുഡ് കൊണ്ടുതരാം. കഷ്ടമായി പോയി. അതെ, 2 തവണ വയ്യാതായി. 2 തവണയോ? അതെ, നടക്കാൻ വയ്യ, വിശന്നിട്ടും വയ്യ. ചേട്ടാ, 4 മുട്ട 2 മീനും. താങ്ക് യു. ഇതുപോലെ സഹായം വേണ്ടവർ ഇനിയും കാണും. അവരെ തിരിച്ചറിയാൻ ഒരു വഴി വേണം. നമുക്ക് അവരെ തിരിഞ്ഞു നോക്കാം. ഐഡിയ, ഗുഹയ്ക്ക് മുന്നിൽ കല്ല് വെച്ചാൽ മതി. സഹായത്തിന് കല്ല് വെക്കൂ. ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവരിൽ സഹായം വേണ്ടവർ ഗുഹയ്ക്ക് മുന്നിൽ ഒരു കല്ല് വെച്ചാൽ മതി. അത് കാണുന്നവർ അവർക്ക് വേണ്ട സഹായം ചെയ്യണം. എഴുതിയാൽ മാത്രം പോരാ, മാക്സിമം പേരോട്. 2 കല്ല് വെച്ചാൽ 2 പേർ സഹായിക്കണോ? സ്വന്തമായി ഗുഹയില്ലാത്തവർ എവിടെയാ കല്ല് വെക്കേണ്ടത്? ഞാൻ കല്ലല്ല ചേട്ടാ. കല്ല് വെക്കാനും സഹായിക്കണോ? സഹായം വേണോ? അത് കല്ല് വെച്ചതല്ല, ഗുഹ അടച്ചതാ. മീനുകൾക്ക് വെക്കാൻ കല്ല് കൊടുത്തതാ. ബ്ലും. 2 ദിവസമായി ശേരുവിനെ കാണാനില്ലല്ലോ. അതാ വരുന്നു. നമുക്കൊരു സഹായം വേണ്ടി വന്നപ്പോ ആരുമില്ല. കാലിലെ മുറിവ് കാരണം ഗുഹയിൽ ഇരിപ്പായിരുന്നു. കല്ല് വെച്ചിട്ടും ആരും വന്നില്ല. താനും വന്നില്ലല്ലോ. ഞാൻ തിരക്കിലായിരുന്നു ശേരു. കാലിന് എന്തു പറ്റി? മലയിൽ നിന്ന് കല്ലുകൾ ഉരുണ്ടു വന്നു, കാലിലിടിച്ചു. ദാ അതിലൊരു കല്ല് ഞാൻ സഹായത്തിന് വെച്ചതാ. വിശന്നിട്ട് വയ്യ, വല്ലതും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ. നല്ല മഴക്കാറുണ്ടല്ലോ. അതിന് മഴക്കാറ് തിന്നാൻ പറ്റില്ലല്ലോ. അത് കണ്ടോ, കുന്നിന്റെ മുകളിൽ മിന്നൽ. ദുഃഖ്. ആ പരുന്തിന്റെ കയ്യിൽ നിന്ന് വീണതാ. ഏതായാലും നമുക്ക് തിന്നാനുള്ളത് കിട്ടി. ഹിഹി. ആ പരുന്തും ഇതുപോലെ വീഴുമോ സൂത്ര? എടോ, ഇപ്പോഴാ ഓർത്തത്.
മണ്ടനെ ഒന്ന് പറ്റിക്കാം. തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞപ്പോഴല്ലേ ആ കുന്നിൽ മിന്നലടിച്ചത്. അതെ, അതിന് ഇതെന്തോ അത്ഭുത വിദ്യയാണോ എന്ന് എനിക്കൊരു സംശയം. ഏത് മിന്നലടിക്കുന്നതോ? അല്ലടോ, കുന്നിൽ മിന്നലടിക്കുന്ന നേരത്ത് ആഗ്രഹിച്ചാൽ നമുക്ക് തിന്നാൻ കിട്ടുമെന്നാണെങ്കിലോ? ഏ ഞാനും ആഗ്രഹിച്ചാലോ സൂത്ര? അതിന് മിന്നലടിക്കണ്ടേ? എങ്കിൽ മിന്നലടിക്കാൻ ആഗ്രഹിച്ചാലോ? അതാ മിന്നൽ, വേഗം ആഗ്രഹിച്ചോ. ഹിഹി. എനിക്കും ഒരു ഇറച്ചി കഷ്ണം കിട്ടണേ. കിട്ടി. ഷെടാ, അപ്പോ സംഗതി സത്യമാണോ? ദക്ക്. അതും പരുന്തിന്റെ കയ്യിൽ നിന്ന് വീണതാ. ഏതായാലും ഇതൊരു പുതിയ കണ്ടെത്തലാ. കാട് മുഴുവൻ അറിയിക്കണം. ശ്രദ്ധിക്കുക, കഞ്ചെട്ടിക്കുന്നിൽ മിന്നലടിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചാൽ ആഹാരം കിട്ടും. ഇത് താൻ കാട്ടിൽ മൊത്തം എഴുതി വെച്ചോ. ഷേരുവിന്റെ എഴുത്ത് എന്തായോ എന്തോ, പോയി നോക്കാം. ആഹാരം പോകുമെന്നോ? ഈ മണ്ടൻ നേരെ ഓപ്പോസിറ്റ് ആണോ എഴുതിയത്? സൂത്ര, എടോ, താൻ എന്താ ഈ എഴുതി വെച്ചിരിക്കുന്നത്? അത് പറയാനാ ഞാൻ വന്നത്. നമുക്ക് എഴുതാൻ ഒറ്റ പാറ ഒഴിവില്ല. ഇത് മൊത്തം ആ പരുന്ത് എഴുതിയതാ. വൈദ്യര്, എന്റെ കണ്ണിലെന്തോ കുഴപ്പം. പലപ്പോഴും സാധനങ്ങൾ മഞ്ഞ നിറത്തിൽ കാണുന്നു. ആ സമയത്ത് ചെവിക്ക് പിന്നിൽ വേദനയുണ്ട്. സാരമില്ല, വ്യായാമം ശരിക്കേ ഇല്ലാത്തതിന്റെ കുഴപ്പമാ. ദിവസം 2 നേരം ചെയ്യാനുള്ള വ്യായാമം പറഞ്ഞു തരാം. വലത് കാൽ പൊക്കി ഇടത് കൈ മുന്നോട്ട് നീട്ടി പിടിച്ച് 20 വരെ എണ്ണണം. അത് കഴിഞ്ഞ് ഇടത് കാൽ പൊക്കി വലത് കൈ നീട്ടി 20 വരെ. അത് കഴിഞ്ഞ് വലത് കൈ കൊണ്ട് ഇടത് കാലിന്റെ മുട്ട് പൊക്കി പിടിച്ച് നിൽക്കണം. അതിനുശേഷം ഇടത് കൈ. അയ്യോ, മൊത്തം കൺഫ്യൂഷനാ. വൈദ്യര് ഒന്നുകൂടി പറ, ഞാൻ എഴുതിയെടുക്കാം. അമ്മമ്മോ, ഇതൊക്കെ തെറ്റാതെ ഓർമ്മിച്ചു പറയുന്ന വൈദ്യരെ സമ്മതിക്കണം. ശരിവോ? എന്തു പറ്റി? സൂത്രന് അസുഖം. സാധനങ്ങൾ മഞ്ഞ നിറത്തിലാ കാണുന്നത്. പിന്നെ ആ സമയത്ത് ചെവിക്ക് പിന്നിൽ വേദന അല്ലേ? ഇതെങ്ങനെ മനസ്സിലായി? ഓഹോ, എനിക്കും ഇതേ അസുഖമോ? ഇത് കണ്ടു, വൈദ്യരെ കണ്ടു, ചികിത്സയും നിശ്ചയിച്ചു. ഒരേ ലക്ഷണമല്ലേ? സൂത്രനും ഇത് തന്നെ മതി. ആണോ? എങ്കിൽ വാ. സൂത്ര, ഞാനിത് കൊടുത്തിട്ട് വരാം. ചേട്ടാ, ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ചേട്ടന് കഴിക്കാനുള്ള ഇല കയ്യിലുണ്ടല്ലോ അല്ലേ? തന്ന ഇല ഫുള്ള് സൂത്രൻ തിന്നു.